വിശക്കുമ്പോൾ ഒരു 10 മിനിറ്റിൽ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണോ? എന്നാൽ നമുക്ക് ഇന്നൊരു സിമ്പിൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ? അധികം ചേരുവകളൊന്നും ഇല്ലാതെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഈസി സിമ്പിൾ വൈറ്റ് സോസ് പാസ്ത. അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടിയും ആവശ്യത്തിന് പാലും ചേർത്ത് നന്നായി മിക്സ് ആക്കുമ്പോൾ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണേ. നന്നായി മിക്സാക്കി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി കുറുകി പാലിൻ്റെയും മൈദപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയെന്ന് കാണുമ്പോൾ അതിലേക്ക് ഒരു സ്ലൈഡ് ചീസും കൂടി ചേർത്ത് കൊടുക്കുക. ചീസ് ചേർത്ത് നല്ല ക്രീമിയായി വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച പാസ്തയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് പാലും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡി. ഒരലങ്കാരത്തിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലൊക്കെ ഒന്ന് വിതറി കൊടുക്കാട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം ചേരുവകളൊന്നും ചേർക്കാതെ വീട്ടിലെ പാലും ചീസും വെണ്ണയും മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ക്രീമിയും ചീസിയുമായിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. മൈദയും പാലും ബട്ടറും ചേർന്ന് നല്ല വെൽവെറ്റ് പോലെ സോഫ്റ്റായ വൈറ്റ് സോസിലേക്ക് പാകമായ ആ പാസ്ത ചേർക്കുമ്പോഴുള്ള ആ ലുക്ക് തന്നെ നമ്മളെ കൊതിപ്പിക്കുന്നതാണ്. അപ്പോൾ വൈകിക്കല്ലേ, ഇന്ന് വൈകുന്നേരം ഇത് തന്നെ ആകട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.